ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് തയ്യാറാക്കുന്നത് ഒരു കർണാടകൻ ട്രഡീഷണൽ ഡിഷാണ് അക്കി ഉബ്ബു റൊട്ടി. ഇത് ഫുൾ കൈമായിട്ട് സാമ്യമുള്ളൊരു ഡിഷാണ്. ഇത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഡബിൾ ഹോഴ്സിൻ്റെ ഈസി ഇടിയപ്പപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് പത്തിരിപ്പൊടി കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ അതിൽ നിന്നും 1/2 കപ്പ് ഒരു പാത്രത്തിലേക്ക് എടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ പച്ചവെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നത്. തിളപ്പിച്ച വെള്ളം ഒഴിച്ച് കുഴച്ചില്ലെങ്കിൽ മാവ് സോഫ്റ്റ് ആവില്ല. അങ്ങനത്തെ ടെൻഷനൊന്നും വേണ്ട, നമുക്കിത് പച്ചവെള്ളത്തിൽ കുഴച്ചെടുത്താൽ മതി. ഇതിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് ആവശ്യത്തിന് കുഴച്ചെടുക്കാവുന്നതാണ്. ചൂടോടെ കുഴച്ചെടുത്തില്ലെങ്കിൽ മാവ് സോഫ്റ്റ് ആവില്ല എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. ഡബിൾ ഹോഴ്സിൻ്റെ ഈ ഈസി അരിപ്പൊടി നമുക്ക് ചൂടുവെള്ളത്തിൽ കുഴയ്ക്കുന്ന അതേ രീതിയിൽ തന്നെ കിട്ടുന്നതാണ്. നമ്മുടെ റൊട്ടിക്കുള്ള അരിപ്പൊടി നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ചെറിയ ബോൾസുകളായി ഉരുട്ടിയെടുക്കാം. ഉരുട്ടി ബോൾസാക്കി മാറ്റി വെച്ച ബോളിനെ നമുക്ക് ഒരു ചപ്പാത്തി റോള് കൊണ്ട് കുറച്ച് അരിപ്പൊടി വിതറി ചപ്പാത്തിക്കും പത്തിരിക്കൊക്കെ പരത്തും പോലെ കനം കുറച്ച് നമുക്ക് ഓരോന്നായി പരത്തിയെടുക്കാവുന്നതാണ്. നമ്മൾ ഉരുട്ടി മാറ്റി വെച്ച എല്ലാ ബോൾസിനെയും നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ റൊട്ടി പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു ചൂടായ ദോശ തവയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോൾ നമുക്കിത് തിരിച്ചിടാം. 2 സൈഡും ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇത് തവ മാറ്റിയിട്ട് ഡയറക്റ്റ് ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഫുള്ളാക്കി കൊടുക്കാം. അപ്പോഴത്തേക്ക് ഈ റൊട്ടി നന്നായി പൊങ്ങി വരും, നമ്മുടെ ഫുൾക്ക ചെയ്യുന്ന രീതി പോലെ. അങ്ങനെ നമ്മുടെ അക്കി ഉബ്ബു റൊട്ടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം, തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിനെക്കുറിച്ചുള്ള കമൻറ്റ്സ് ബോക്സിലിടുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.